ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ യാത്ര തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ വന്ദനയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. എന്തു പറ്റി? വിക്രമിന്റെ ചെലവിലുള്ള ഒരു വിനോദയാത്ര. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. വർഷം നിർബന്ധിച്ചോണ്ടാ ഞാൻ വന്നത്. വിക്രമിന്റെ ഔദാര്യം എനിക്കും ഇഷ്ടമല്ലെന്നറിയാലോ. ഈ സാഹചര്യത്തില് വർഷയുടെ മനസ്സിനൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നി. ഒരർത്ഥത്തില് ഈ ഒരു യാത്ര ആശ്വാസമാകുന്നത് വർഷയ്ക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും കൂടിയാ. ഇപ്പൊ നടന്ന സംഭവങ്ങളിൽ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. വർഷയുടെ താലികെട്ട് നടക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ചില കാഴ്ചകളൊക്കെ കണ്ടതാ. വന്ദനെ, ചിലപ്പോ നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കില്ലേ കാര്യങ്ങള്. വിക്രം വർഷയെ ഉപദ്രവിക്കാൻ വഴിയില്ലല്ലോ. വിക്രമിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന എന്തോ ഒരു കാര്യം ഉണ്ടായി കാണും. അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാ വർഷയ്ക്കും അച്ചമ്മയ്ക്കും വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. വന്ദനയുടെ സംശയം ശരിയാവാനാണ് സാധ്യത. തൽക്കാലം വർഷയിൽ നിന്നും അച്ചമ്മയിൽ നിന്നുമൊക്കെ എല്ലാവരുടെ ശ്രദ്ധ തിരിച്ചുവിടണം. ആ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും സ്വന്തം കാശ് മുടക്കി അയാൾ ഈ വിനോദയാത്ര സംഘടിപ്പിച്ചത്. അതും ശരിയാണ്. വിക്രമിന്റെ വീട്ടിൽ ചെന്നപ്പോ നിരഞ്ജൻ എന്നൊരു ചെറുപ്പക്കാരനെ അവിടെ കണ്ടിരുന്നു. വിക്രമിന്റെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞത്. ലക്ഷണം കണ്ടിട്ട് വിക്രമിനേക്കാൾ വലിയ ക്രിമിനലാണ് നിരഞ്ജൻ എന്ന് തോന്നുന്നു. അവന് വീട്ടിൽ തന്നെയാണ് താമസം. നടന്ന സംഭവങ്ങളുമായി ഈ നിരഞ്ജനും ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയായിരിക്കാം. പക്ഷേ വിക്രമിന് ഇപ്പോഴും വർഷയ്ക്ക് വലിയ വിശ്വാസമാണ്. ആ സ്ഥിതിക്ക് നമുക്ക് വെറുതെ സംശയിക്കാന്നല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. വന്ദനമ്മേ, ദേ നോക്കിക്കേ, ഏതോ ഒരു മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വിവാഹ വാർഷികമാ. വിവാഹ വാർഷിക പരസ്യം കണ്ടപ്പോഴാ ഓർത്തത്, ഇന്ന് അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷിക. അല്ല, എന്നിട്ട് അവര് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മനഃപൂർവ്വം പറയാത്തതായിരിക്കും. അച്ഛമ്മയുടെയും വർഷയുടെയും ഈ അവസ്ഥക്കിടയില് ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചതായിരിക്കും. അതെന്തായാലും ശരിയല്ല. ഈ റിസോർട്ടിൽ വെച്ച് വെഡിങ് ആനിവേഴ്സറി ചടങ്ങ് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. എന്നാ കേക്ക് മുറിക്കാം. ആ ശരി, കേക്ക് മുറിച്ച് കളയാം. വാ, നമുക്കേ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. സൂപ്പർ ഐഡിയ. ആ